പോയെങ്കിൽ പിന്നെ ഞാനിവിടെ ഇരിക്കൂ. ശരിക്കും തന്റെ വണ്ടിക്ക് എന്താ പറ്റി? ഒന്നും പറയണ്ടെന്നേ, ഇടയ്ക്കിടയ്ക്ക് അത് പണി മുടക്കും. 2 ചവിട്ടും തൊഴിയൊക്കെ കൊടുക്കുമ്പോൾ ശരിയാവുന്നതാ. പക്ഷെ ഇന്നൊരു രക്ഷയുമില്ല. എനിക്കാണെങ്കിലേ ഈ ഓർഡർ സമയത്തിന് കസ്റ്റമറുടെ അടുത്ത് എത്തിക്കുകയും വേണം. ആകെ പെട്ടുപോയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. പെട്രോൾ ഉണ്ടോ വണ്ടിയിൽ? പിന്നെ പെട്രോളൊക്കെ ഉണ്ട്. ഇന്നലെ 100 രൂപയ്ക്ക് അടിച്ചതല്ലേ. ഇത് പ്ലഗിന്റെ പ്രശ്നമാ. ഇനി ഒരു മെക്കാനിക്കിനെ പോയി വിളിച്ചുകൊണ്ട് വന്ന് ശരിയാക്കിയിട്ട് പോകാന്ന് വെച്ചാൽ പണി പാളും. കസ്റ്റമർക്കുള്ള ഫുഡ് ഇതിനകത്തിരിക്കുക. എന്റെ ബുള്ളറ്റ് എടുത്തോ. അപ്പോ തനിക്കിപ്പോ വണ്ടിയുടെ ആവശ്യമില്ലേ? ഞാൻ ഇവിടെ ഇരിക്കല്ലേ സുഹൃത്തെ. കുറച്ചു നേരത്തേക്ക് എനിക്ക് വണ്ടിയുടെ ആവശ്യമില്ല. അതുകൊണ്ടല്ലേ കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞത്. താൻ അധികം വൈകില്ലല്ലോ? ഇല്ല, എല്ലാം കൂടി ഒരു അരമണിക്കൂർ. എന്നാ പോയിട്ടോ. ഇനിയിപ്പോ സമയത്തിന് ഫുഡ് കിട്ടാതെ തന്റെ കസ്റ്റമറിന്റെ വായി ഇരിക്കുന്നൊന്നും കേൾക്കണ്ട. വലിയ ഉപകാരം. ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാം. ഓക്കെ. ഇയാള് വേറെങ്ങും പോവില്ലല്ലോ? എന്താ കാര്യം? അല്ല, ഇവിടെ തന്നെ കാണുമെങ്കിൽ ഞാൻ കീ തന്നിട്ട് പോവാം. മെക്കാനിക്കിനെ വിളിച്ച് പറഞ്ഞാൽ അയാൾ വന്ന് വണ്ടി നന്നാക്കി വെച്ചോളൂ. അപ്പൊ പിന്നെ ടൈം മാനേജ് ചെയ്യാമല്ലോ. ശരി, അങ്ങനെ ആയിക്കോട്ടെ. ഓക്കെ. ബാക്കി കഥകളൊക്കെ നമുക്ക് വന്നിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഓക്കെ, ശരി. ഹലോ. അപ്പു, നീ എവിടെയാ? ഞാൻ കോളേജിലാ. എന്താ അമ്മ? ഞാൻ വെറുതെ വിളിച്ചെന്നേ ഉള്ളൂ. അവിടെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ? എന്ത് പ്രശ്നം? ഒരു കുഴപ്പമില്ല. മാളും ഉണ്ടോ ക്ലാസ്സില്? അറിയില്ല, ഞാൻ ശ്രദ്ധിച്ചില്ല. ശരി അപ്പു, ഞാൻ പിന്നെ വിളിക്കാം. കൊച്ചുപിള്ളേർ മിഠായി ഭരണിയിലോട്ട് നോക്കിയിരുന്ന് വെള്ളം ഉറക്കുന്നത് പോലെ ഇയാൾ നോക്കിയിരിക്കാൻ തുടങ്ങിയിട്ട് കുറേ നേരം ആയല്ലോ. ഇയാളിനി ശരിക്കും ഡോക്ടർ തന്നെയാണോ അതോ വല്ല വ്യാജനമായിരിക്കോ? അല്ല ഡോക്ടറെ, കൊച്ചിങ്ങനെ വാടിയ ചീരത്തണ്ട് പോലെ കിടക്കാൻ തുടങ്ങിയിട്ട് കുറേ നേരം ആയല്ലോ. നമുക്കിത്തിരി വെള്ളം കൊടുത്തങ്ങ് എഴുന്നേൽപ്പിച്ചാലോ? അങ്ങനെ എഴുന്നേൽപ്പിച്ചിട്ട് കൊച്ചുമോളെ കൊണ്ട് ഇപ്പൊ അത്യാവശ്യമായിട്ട് എന്തെങ്കിലും ചെയ്യിപ്പിക്കാനുണ്ടോ മുത്തശ്ശിക്ക്? അങ്ങനൊന്നുമില്ല. എന്നാലും ഇവിടിങ്ങനെ കിടക്കുന്നത് കാണുമ്പോൾ ഒരു സങ്കടം. അതിലും വലിയ സങ്കടമുള്ള കാഴ്ചയാണല്ലോ ഞങ്ങൾ കണ്ടോണ്ട് വന്നത്. ഇന്നിവിടെ അരങ്ങേറിയ മന്ത്രവാദവും മറ്റും സ്പോൺസർ ചെയ്തത് മുത്തശ്ശിയായിരുന്നല്ലേ? കൊള്ളാം, നല്ല ബെസ്റ്റ് കക്ഷിയാണല്ലോ. അല്ല, ഡോക്ടർ ഇവിടെ ഏത് ആശുപത്രിയിലാന്നാ പറഞ്ഞത്? അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. എന്താ, ഞാൻ ഡോക്ടർ തന്നെയാണോന്ന് വല്ല സംശയമുണ്ടോ? അല്ല, അന്ന് നിങ്ങളിവിടെ വന്നിട്ട് പോയ കാര്യം അശ്വതി എന്നോട് പറഞ്ഞായിരുന്നു. ഞാനന്ന് നമ്മുടെ ബന്ധത്തിൽപ്പെട്ട ഒരു കുഞ്ഞിന്റെ നൂലുകെട്ടുണ്ടായിരുന്നു, അതിന് പോയേക്കുമായിരുന്നു. ദേ, മോള് കണ്ണു തുറന്നല്ലോ. ഹലോ മാളവിക, ഞാൻ ഡോക്ടർ ജോബിൻ. തൻ്റെ അമ്മയുടെ കൂട്ടുകാരിയുടെ മകനാ. കോയമ്പത്തൂരിലൊപ്പം ഉണ്ടായിരുന്ന ഒരു ഡെയ്സിയുടെ കാര്യം അച്യുത ആൻറ്റി പറയാറില്ലേ? ആ ഡെയ്സി ടീച്ചറുടെ മോനാ ഞാൻ. ഇവൻ ആള് കൊള്ളാലോ. കൊച്ചിന് കുഴപ്പം വല്ലതും ഉണ്ടോ എന്ന് നോക്കുന്നതിന് പകരം കോയമ്പത്തൂരിലെ കഥയും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എനിക്കെന്താ പറ്റിയത്? അത് പിന്നെ മോളെ, ഒന്നുമില്ലടോ, താൻ സ്റ്റെപ്പിൽ നിന്നൊന്ന് സ്ലിപ്പായി.
ആ വീഴ്ചയിലൊന്ന് ഫെയിൻ്റായി, അത്രേ ഉള്ളൂ. കൃത്യസമയത്ത് തന്നെ ഞാനിവിടെ വന്നു. അതുകൊണ്ട് ഉടനെ ഒരു ഡോക്ടറുടെ സേവനവും കിട്ടി. ആൻഡ് നൗ യു ആർ പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്. എന്നുവെച്ചാൽ കുറച്ചു നേരം കൂടെ റെസ്റ്റ് എടുത്തിട്ട് എഴുന്നേറ്റാൽ മതി കേട്ടോ. ജസ്റ്റ് റിലാക്സ്. ഞാൻ പോയി അശ്വതിയോടും മുരളിയോടും വിവരം പറയട്ടെ. മുത്തശ്ശി, അവരോട് ഞാൻ പറഞ്ഞോളാം. മുത്തശ്ശി മാളുവിൻ്റെ അടുത്തിരിക്കാം. പിന്നെ ആവശ്യമില്ലാത്ത കാര്യമൊക്കെ പറഞ്ഞ് ആ കുട്ടിയെ വെറുതെ പേടിപ്പിക്കരുത് കേട്ടോ. ഇനിയും കുറച്ചു നേരം ഉറങ്ങുന്നെങ്കിൽ ഉറങ്ങിക്കോട്ടെ, ശല്യപ്പെടുത്താൻ പോണ്ട. അപ്പുവിന്റെ ശരിക്കുള്ള പ്രശ്നം എന്താണെന്ന് ഇപ്പോഴും എനിക്കറിയില്ല. പക്ഷെ അതെന്തായാലും അവളുമായുള്ള കൂട്ടുകെട്ടിൽ നിന്ന് മാളുവിനെ നിങ്ങൾ പറഞ്ഞു വിലക്കാൻ നോക്കിയ രീതി ശരിയായില്ല എന്നാ എന്റെ തോന്നൽ. അത് ഉൾക്കൊള്ളാൻ അവളുടെ മനസ്സിന് പറ്റാത്തതുകൊണ്ടാണ് അവളിങ്ങനെ ഡിപ്രഷനിലേക്ക് പോയത്. അതാർക്കും എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്നതേയുള്ളൂ. ഞാൻ പറഞ്ഞത് ശരിയല്ലേ അശ്വതി? അവളുടെ പ്രശ്നം പരിഹരിക്കാൻ നിങ്ങൾ ഈ കാണിച്ചതുപോലെ മന്ത്രവാദവും പൂജയുമൊന്നും അല്ല അതിനുള്ള പ്രതിവിധി. രണ്ടുപേരും അവളോട് മനസ്സ് തുറന്നൊന്ന് സംസാരിച്ചാൽ അവളുടെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കാവുന്നതേയുള്ളൂ. ഇനി അപ്പവുമായിട്ടുള്ള കൂട്ടുകെട്ട് ഒഴിവാക്കിയേ പറ്റൂ എന്നതായിരുന്നു പ്രശ്നമെങ്കിൽ ഇത്ര ധൃതി പിടിച്ച് അതിന് നിങ്ങൾ ശ്രമിക്കരുതായിരുന്നു. സാവധാനം കാര്യങ്ങൾ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് അവളെ ഒഴിവാക്കിയെടുക്കുകയായിരുന്നു വേണ്ടത്. ആ വഴിയൊക്കെ ഞങ്ങൾ പലവട്ടം ശ്രമിച്ചതാ ടീച്ചർ. പക്ഷേ അതുകൊണ്ടൊന്നും പ്രയോജനമില്ലെന്ന് കണ്ടപ്പോൾ നിർബന്ധിച്ചും ഭീഷണിപ്പെടുത്തിയും കാര്യം നേടിയെടുക്കാമെന്ന് വിചാരിച്ചു അല്ലേ? നിങ്ങളെപ്പോലെ പഠിപ്പും വിവരവുമുള്ള പല മാതാപിതാക്കൾക്കും പറ്റുന്ന അബദ്ധമായത്. സ്വന്തം മക്കളെ വരുതിക്ക് കൊണ്ടുവരാൻ കുറുക്കു വഴികൾ തെരഞ്ഞെടുക്കുക. അത് പാടില്ല മുരളി. ഇനിയെങ്കിലും അതൊന്ന് മനസ്സിലാക്കി രണ്ടാളും. എന്തായി ജോ? മാളുവിന് കുഴപ്പമൊന്നുമില്ലല്ലോ? ഷീസ് ഓക്കെ. അവൾ ഉണർന്നു മോനെ? ഉണർന്നു, എന്നാലും ചെറിയൊരു ക്ഷീണമുണ്ട്. കുറച്ചൊന്ന് റെസ്റ്റ് എടുക്കുമ്പോൾ ആൾ ഉഷാറായിക്കോളും. അവൾക്ക് മെഡിസിൻ വല്ലതും? എന്തിന്? അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നല്ല ഫ്രഷ് ജ്യൂസോ ഇളനീരോ അങ്ങനെ എന്തെങ്കിലും കൊടുത്താൽ മതി. പിന്നെ കഴിയുന്നതും നടന്നതൊന്നും മാളവികയെ ഓർമ്മിപ്പിക്കാൻ ശ്രമിക്കണ്ട. മുത്തശ്ശിയോടും അക്കാര്യം പ്രത്യേകം പറയുക. ആങ്കിൾ, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ആൾക്ക് നല്ല സ്ട്രെസ് ഉണ്ട്. അത് മാറ്റി മാളവിക ഒന്ന് റിലാക്സ്ഡ് ആക്കാനുള്ള കെയർ ആൻഡ് അറ്റൻഷൻ നൽകുക. അതാ ഇപ്പം ആവശ്യം. ബാക്കിയൊക്കെ നമുക്ക് വഴിയെ നോക്കാം. പിന്നെ കഴിയുമെങ്കിൽ നേരത്തെ കാണിച്ചതുപോലെയുള്ള അബദ്ധങ്ങളൊക്കെ ഒഴിവാക്കുക. അതിന് രണ്ടുപേർക്കും ഞാൻ ശരിക്കും വഴക്ക് കൊടുത്തിട്ടുണ്ട് ജോ. ഇനി നീ കൂടി അതും പറഞ്ഞ് പാവങ്ങളെ വിഷമിപ്പിക്കണ്ട. 2 തവണ വന്നപ്പോഴും എല്ലാവരോടും ഒന്ന് വിശദമായിട്ട് സംസാരിക്കാൻ പോലും പറ്റിയില്ല. സാരമില്ല, അടുത്ത തവണ വരുമ്പോൾ ആവാം. അപ്പോഴേക്കും മാളവിക ഒന്ന് ഓക്കെ ആവുമല്ലോ. എന്നാ പിന്നെ നമുക്കിറങ്ങിയാലോ ടീച്ചറെ? ഞാനേ മാളുവിനെ ഒന്ന് കണ്ടിട്ട് വരാം. ഇപ്പൊ വേണ്ട മമ്മി. ആദ്യമായിട്ട് മമ്മി ആ കുട്ടിയെ ഇങ്ങനൊരു സ്റ്റേജിൽ കാണണ്ട. അത് മാളുവിനും വിഷമാവും. അയാൾ റെസ്റ്റ് എടുക്കട്ടെ, ഇനി വരുമ്പോ കാണാമല്ലോ. ശരി, എങ്കിൽ അത് മതി. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. പിന്നെ രണ്ടാൾക്കും ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. അപ്പൊ ബൈ അങ്കിൾ, കാണാം. ആന്റി ഇറങ്ങുവാണേ. ശരി. ഓക്കെ, താങ്ക്സ് ജോബിൻ. മുരളി, രണ്ടുപേരും മാളുവിന്റെ കാര്യം ഓർത്ത് ടെൻഷൻ ആവണ്ട കേട്ടോ. ഒക്കെ ഇവൻ നോക്കിക്കൊള്ളും. ശരി.
ടീച്ചർ എന്താ ആലോചിക്കുന്നത്? ഏയ് ഒന്നുമില്ല. വർഷങ്ങൾക്ക് മുമ്പുള്ള ചില കാര്യങ്ങളും കാഴ്ചകളും ഒക്കെ മനസ്സിലൂടെ വെറുതെ ഒന്ന് മിന്നിമറിഞ്ഞു പോയി. സംഗതി ഫ്ലാഷ് ബാക്ക് ആയിരിക്കുമെന്ന് ഞാൻ അപ്പോഴേ ഊഹിച്ചു. ആക്സിഡന്റിൽ ഗുരുതരമായി പരിക്കേറ്റ് ഐസിയുയിൽ കഴിയുന്ന ഭർത്താവിനെ കുറിച്ച് ഓർത്ത് ആശുപത്രി വരാന്തയിൽ സങ്കടപ്പെട്ട് 4 വയസ്സുകാരൻ മകനുമായി എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിച്ച് നിൽക്കുന്ന ഡെയ്സി. അവരെ ആകസ്മികമായി അവിടെ വെച്ച് കാണുന്ന കോളേജ് കാലത്തെ ക്ലാസ്മേറ്റായ വിജയ് പണിക്കൽ നിന്നല്ലേ ഈ ഫ്ലാഷ് ബാക്ക് തുടങ്ങുന്നത്? സംഗതി കേട്ട് കേട്ട് തഴമ്പിച്ചാണെങ്കിലും ടീച്ചറിന്റെ ഒരു ആശ്വാസത്തിന് വേണ്ടി ഒന്നുകൂടി പറഞ്ഞോ. ഞാൻ സഹിച്ചോളാം. ഒന്ന് പോടാ. ഞാൻ അതേക്കുറിച്ചൊന്നും അല്ല ആലോചിച്ചത്. പിന്നെ കഥ അവിടുന്ന് റിവേഴ്സ് ഗിയറിലാണോ? ഒരു ഗിയറിലും അല്ല. ഞാനൊന്നും ആലോചിച്ചിട്ടുമില്ല. നീ മര്യാദയ്ക്ക് മിണ്ടാതിരുന്ന് ഡ്രൈവ് ചെയ്താ മതി. അല്ല ടീച്ചറെ, ഒരു കാര്യം പറഞ്ഞ എന്നോട് ദേഷ്യമൊന്നും തോന്നരുത്. ടീച്ചറിന്റെ ഈ 2 ജോഡി കൂട്ടുകാരെ കുറിച്ച് എനിക്കുണ്ടായിരുന്ന കംപ്ലീറ്റ് ഇംപ്രഷനും പോയി. എന്തൊക്കെയായിരുന്നു 2 കൂട്ടരെയും കുറിച്ചുള്ള ടീച്ചറിന്റെ വിശേഷണങ്ങളും വിശദീകരിക്കലും ഒക്കെ? രക്തബന്ധത്തെക്കാൾ വിലയുള്ള ആത്മബന്ധം, കെയറിംഗ്, ഷെയറിംഗ്, അണ്ടർസ്റ്റാൻഡിംഗ്, അങ്ങനെ എന്തെല്ലാം പൊടിപ്പും തൊങ്ങലും വെച്ച് ഡെക്കറേറ്റ് ചെയ്ത നറേഷനായിരുന്നു 2 ഫാമിലിയെക്കുറിച്ചും എനിക്ക് ഫീഡ് ചെയ്ത് തന്നിരുന്നത്. ഒക്കെ വെറുതെയാണെന്ന് ഇപ്പം മനസ്സിലായില്ലേ? ഇനി എത്രയൊക്കെ വലിയ ഹൃദയബന്ധമാണെന്ന് പറഞ്ഞാലും സ്വന്തം കാര്യം വരുമ്പോ എല്ലാരും സെൽഫിഷ് ആണെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? ഇത്രയുള്ള കാര്യം. നീ പറഞ്ഞത് ഒരു കണക്കിന് നോക്കിയാ വളരെ ശരിയാ ജോ. എങ്ങനെയാ മനുഷ്യർക്ക് ഇങ്ങനെ മാറാൻ കഴിയുക? അതിന് ഇതിലും മികച്ച ഉദാഹരണങ്ങൾ ഡെയ്സി ടീച്ചറുടെ ലൈഫിൽ തന്നെ ഇല്ലേ? അതും നേരെ. പക്ഷെ ജോ, അത്തരം പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ എന്നെ തളരാതെ പിടിച്ചു നിൽക്കാൻ പ്രാപ്തിയാക്കിയത് ഒരു പട്ടാളക്കാരനൊപ്പം അയാളുടെ ഭാര്യയായും വിധവയായും ജീവിക്കേണ്ടി വന്ന അനുഭവ സമ്പത്താണ്. ഇത്തിരിയില്ലാത്ത നിന്നെയും കൊണ്ട് ഇനി എങ്ങോട്ട് പോണം, എന്ത് ചെയ്യണമെന്ന് പകച്ചു നിന്ന സന്ദർഭങ്ങളിലൊക്കെ ശത്രുവിന്റെ മുന്നിൽ അടിപതറാതെ ആത്മധൈര്യത്തോടെ നിൽക്കാൻ പഠിപ്പിച്ചത് നിന്റെ പപ്പയുടെ വാക്കുകളായിരുന്നു. ഒരു പട്ടാളക്കാരൻ സ്വന്തം രാജ്യത്തിനു വേണ്ടി യുദ്ധം ചെയ്യുമ്പോൾ അയാളുടെ ഭാര്യ യുദ്ധം ചെയ്യേണ്ടത് സ്വന്തം കുടുംബത്തിന്റെ നിലനിൽപ്പിനും സുരക്ഷയ്ക്കും വേണ്ടി ആയിരിക്കണമെന്ന് അലക്സ് എന്നോട് എപ്പോഴും പറയുമായിരുന്നു. ഞാനത് അക്ഷരം പ്രതി അനുസരിച്ചു. ഇപ്പോഴും അനുസരിച്ചുകൊണ്ടിരിക്കുന്നു. നിന്റെ പപ്പ പോയതിൽ പിന്നെ എന്റെ കുടുംബവും ലോകവുമൊക്കെ നീ മാത്രമായിരുന്നു. ടീച്ചർ ഇമോഷണൽ ആവാൻ തുടങ്ങി. ഇനി കണ്ണു നിറയും, കരച്ചിലാവും. ഇല്ല ജോ, കരയാൻ തോന്നുന്നുണ്ട്. പക്ഷേ അത് പിന്നിട്ട് സ്വന്തം ജീവിതം ഓർത്തല്ല. എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടായിട്ടും ചില വെല്ലുവിളികൾക്ക് മുന്നിൽ പകച്ചും പരാജയപ്പെട്ടും നിൽക്കുന്ന വിജയുടെയും മുരളിയുടെയും കുടുംബങ്ങളെ ഓർത്തിട്ടാണ്. സ്വന്തം കുടുംബത്തിന്റെ സന്തോഷവും സമാധാനവും നിലനിർത്താൻ ആ പാവങ്ങൾ എന്തെല്ലാം കുറുക്കു വഴികളാണ് നോക്കുന്നത്. ഒരാള് സ്വന്തം വീട് വിട്ട് വാടക വീട്ടിലേക്ക് മാറുന്നു. മറ്റൊരാൾ മകൾക്കു വേണ്ടി മന്ത്രവാദവും ബാധയൊഴിപ്പിക്കലും. എന്തൊക്കെ കാണണമല്ലേ? മനസമാധാനത്തിന് വേണ്ടിയെന്ന വ്യാജേന സ്വന്തം ഈഗോയും ഇമേജും സംരക്ഷിക്കാൻ വേണ്ടി ജന്മം നൽകിയ മക്കളെ വരെ കൊല്ലാൻ ശ്രമിക്കുന്ന അച്ഛനമ്മമാരെ കുറിച്ച് കുറച്ചുകാലം മുമ്പ് ഞാനൊരു ആർട്ടിക്കിളിൽ വായിച്ചിരുന്നു. അതിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും വെറും അതിശയോക്തിയാണെന്ന് ഞാൻ സംശയിച്ചിരുന്നു. പക്ഷേ അതിനുവേണ്ടി മനുഷ്യൻ ഏതറ്റം വരെയും പോവാൻ തയ്യാറാവും എന്നുള്ള സത്യം ഇന്ന് മനസ്സിലായി. ഏതായാലും കൃത്യസമയത്ത് നമുക്ക് ആ വീട്ടിൽ ചെല്ലാൻ തോന്നിയത് രക്ഷയായി ടീച്ചറെ. അല്ലെങ്കിൽ ആ പാവം കുട്ടിയുടെ ഭാവിയും സ്വപ്നങ്ങളും ഒക്കെ എല്ലാരും കൂടി നശിപ്പിച്ച് നാമാവശേഷമാക്കിയേനെ. കഷ്ടം. ഇവരൊക്കെ ഇനി ഏത് കാലത്താണാവോ നന്നാവാൻ പോകുന്നത്? ജോ, നമ്മൾ ഇവിടം വരെ വന്നിട്ട് വിപിയും ഗീതയും കാണാതെ പോകുന്നത് ശരിയായില്ലെന്ന് എനിക്കൊരു തോന്നല്. വിശേഷിച്ചും അവരുടെ ഫാമിലി ഇഷ്യൂസൊക്കെ തീർന്ന സ്ഥിതിക്ക്. നമ്മൾ അശ്വതിയെ കാണാൻ പോയത് വിജയോ ഗീതയോ മറ്റാരെങ്കിലും പറഞ്ഞറിഞ്ഞാൽ അത് പിന്നെ അവർക്കൊരു സങ്കടമാകും. നമ്മൾ അശ്വതിയോട് മാത്രം പാർഷ്വാലിറ്റി കാണിച്ചു എന്ന് വിചാരിക്കില്ലേ? വേണ്ട മമ്മി,
ഇപ്പം നമ്മൾ അങ്ങോട്ട് പോവാതിരിക്കുന്നതന്നെയാണ് നല്ലത്. പ്രത്യേകിച്ചും വിജയങ്ങൾ നമ്മളെ അങ്ങോട്ട് ക്ഷണിക്കാത്തിടത്തോളം കാലം അവരുടെ പ്രൈവസിയിലേക്ക് മറ്റുള്ളവർ കടന്നു ചെല്ലുന്നത് ഇപ്പോഴും വിജയങ്ങളിന് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല. നമ്മളെ അങ്കിളായിട്ട് അങ്ങോട്ട് ക്ഷണിക്കാത്തിടത്തോളം കാലം നമ്മൾ ആ വീട്ടിലേക്ക് ചെല്ലാതിരിക്കുന്ന തന്നെയാണ് നല്ലത്. അത് മാത്രമല്ല മമ്മി, എൻ്റെ ഒരു ഊഹം വെച്ച് നോക്കുമ്പോൾ അവരുടെ പ്രശ്നങ്ങളൊന്നും തീർന്നെന്ന് ഉറപ്പിച്ച് പറയാറുമായിട്ടില്ല. അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? ഇന്ന് അവരുടെ സംസാരത്തിൽ നിന്ന് എനിക്ക് ഈ 2 പെൺകുട്ടികളുടെയും ഫ്രണ്ട്ഷിപ്പിന്റെ ആഴവും തീവ്രതയും എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലായി. അപ്പുവിന്റെ പ്രോബ്ലം എന്തായിരുന്നോ അതാണ് ഇപ്പോഴും മാളുവിൽ റിഫ്ലക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായും മാളു ഇങ്ങനൊരു ക്രൈസിസിൽ പെടുമ്പോൾ അതിന്റെ പ്രതിഫലനം അപ്പൂലും ഉണ്ടാകാതിരിക്കില്ലല്ലോ. ഇപ്പോഴത്തെ ഈ ശാന്തത ചിലപ്പോൾ വരാൻ പോകുന്ന കൊടുങ്കാറ്റിന്റെ മുന്നോടിയായിട്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇപ്പം നമ്മൾ കണ്ടതിനേക്കാൾ സംഭവ ബഹുലമായിരിക്കും ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങൾ. എന്നാലും എന്തായിരിക്കും വിജയുടെ മോളുടെ യഥാർത്ഥ പ്രശ്നം? നിനക്കെന്തു തോന്നുന്നു ജോ? അവര് പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ എനിക്കും ചില സംശയങ്ങളൊക്കെ ഉണ്ട് മമ്മി. പക്ഷെ ഒന്നും ഉറപ്പിച്ച് പറയാറായിട്ടില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് മമ്മി, അപ്പുവിന്റെ യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് അറിയണമെങ്കിൽ അതിന്റെ അന്വേഷണം മാളുവിൽ നിന്ന് തന്നെ തുടങ്ങേണ്ടി വരും. അതിനാണ് എൻ്റെ ശ്രമവും. താങ്ക്സ് ഡിയർ. എടോ, തൻ്റെ ഈ ബുള്ളറ്റ് ഫ്രണ്ടിന് നല്ല രാശിയാട്ടോ. ആ ഓർഡർ ഡെലിവറിയായി തൊട്ടടുത്ത് തന്നെ 2 ഓർഡറും കൂടെ കിട്ടി. ഏതായാലും തനിക്ക് പെട്രോൾ അടിച്ച് തരണം. എന്നാൽ പിന്നെ അതുകൂടെ അങ്ങ് എടുത്തേക്കാന്ന് വെച്ചു. കുഴപ്പമില്ലല്ലോ. ദേ, $100 എണ്ണ അടിച്ചിട്ടുണ്ട്. ശേ, അത് വേണ്ടായിരുന്നു. അത് വേണം. താൻ വണ്ടി തരാൻ മനസ്സ് കാണിച്ചതേ വലിയ ഉപകാരം. അതിൻ്റെ കൂടെ പിന്നെ ഓസുന്നത് ശരിയല്ലല്ലോ. ദാ, മെക്കാനിക്ക് വന്ന് വണ്ടി ശരിയാക്കി വെച്ചിട്ടുണ്ട്. അയാൾ എന്നെ വിളിച്ചിരുന്നു. നമ്മുടെ കുതിര ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സഹായിക്കുന്നതുകൊണ്ട് ഓരോരോ ഏരിയയിലും മോട്ടോർ മെക്കാനിക്കുമായി നല്ല ബന്ധമാണ്. അല്ല, ഒരു കാര്യം ചോദിച്ചോട്ടെ, താനെന്താ കോളേജിൽ പോവാതെ ഇവിടെ ചുറ്റിത്തിരിയുന്നേ? അതുകൊണ്ട് ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു ഉപകാരങ്ങളൊക്കെ ഉണ്ടായില്ലേ? ആ, അതൊക്കെ. എന്നാലും വഴിയെ പോകുന്നവർക്ക് ഉപകാരം ചെയ്യാൻ വേണ്ടിയേ ആരും കോളേജിലെ ക്ലാസ് കിട്ടിയത് ഇവിടെ വന്നിരിക്കില്ലല്ലോ. കട്ട് ചെയ്യണമെന്ന് എനിക്കും ആഗ്രഹമൊന്നും ഇല്ലായിരുന്നു. പക്ഷെ പ്രിൻസിപ്പളിന് ഒരേ നിർബന്ധം, കുറച്ചു നാളത്തേക്ക് എനിക്ക് ലേശം ഫ്രീ ടൈം അനുവദിച്ചു തരണമെന്ന്. പുള്ളിക്കാരി പിന്നെ അങ്ങനെ നിർബന്ധിക്കുമ്പോൾ നമ്മൾ വേണ്ടെന്ന് പറയുന്നത് ശരിയല്ലല്ലോ. ഓ, അപ്പൊ സസ്പെൻഷനിലാണല്ലേ? അത് വീട്ടിലറിയാതിരിക്കാനാണ് ഇവിടുത്തെ ഈ ചുറ്റിക്കളി. ഓക്കെ, ഇപ്പൊ എല്ലാം ക്ലിയറായി. ആട്ടെ, എന്തായിരുന്നു വകുപ്പ്? അന്നത്തെ കൂട്ട് കരണത്തടിയോ അതോ അതിലും വലിയ കേസായിരുന്നോ? ഒരുത്തന്റെ തലയോട്ടിയുടെ ബലം പരിശോധിച്ചതാ. വിചാരിച്ച പോലെ സ്കൾ അത്ര സ്ട്രോങ് അല്ലായിരുന്നു. അതിന് കിട്ടിയ പണിയാ. അടിപൊളി. താനൊരു റെയർ ബ്രാൻഡാണെന്ന് എനിക്ക് അന്നേ തോന്നിയിരുന്നു. അല്ല, അന്നത്തെ PG സ്റ്റുഡന്റ് എന്താ ഈ വേഷത്തില്? അതൊരു കഥയാടോ. ബോറടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ പറയാം.